2026 റിലേറ്റഡ് ആയിട്ടുള്ള ഐ.ടി ജോബ്സ് കിട്ടാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. 90% കാൻഡിഡേറ്റ്സും ഇപ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത്. ഇല്ലാതെ ഇനിയൊരു കളിയില്ല. നിങ്ങളെ റീപ്ലേസ് ചെയ്തില്ലെങ്കിലും അറിയാവുന്ന ഒരാൾ നിങ്ങളെ റീപ്ലേസ് ചെയ്തിരിക്കും. അത് 100% ഉറപ്പാണ്. നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നുമുണ്ട്. അപ്പോൾ ഐ.ടി ട്രെൻഡ് മാറി വന്ന സമയത്ത് എല്ലാവരും പറ്റി പഠിക്കാൻ തുടങ്ങി. ഫ്രം സ്ക്രാച്ച് പഠിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫൈൻ ട്യൂൺ ചെയ്യുന്നത്, എങ്ങനെയാണ് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രം സ്ക്രാച്ച് നല്ല രീതിയിൽ ഇൻ ഡെപ്ത് ഇറങ്ങി ചെന്ന് പഠിക്കാൻ തുടങ്ങി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ, ആ ഒരു റിസർച്ചിൽ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഫ്രം സ്ക്രാച്ച് പഠിക്കുകയാണെങ്കിൽ ആ ജോലി കിട്ടുന്ന ആ ഒരു ലെവലിലെത്താൻ അത്യാവശ്യം കുറച്ച് സമയമെടുക്കും, അത്യാവശ്യം കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷേ എല്ലാവരും മിസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ ഡെപ്ത് അറിയാവുന്ന എഞ്ചിനീയേഴ്സിനെ മാത്രം അല്ല കമ്പനീസ് ഹയർ ചെയ്യുന്നത്. അവരുടെ കമ്പനിയിൽ എങ്ങനെ പ്രാക്ടിക്കലി ഡിപ്ലോയ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നറിയാവുന്ന എഞ്ചിനീയേഴ്സിനെയാണ് കൂടുതലും കമ്പനി ഹയർ ചെയ്യുന്നത്. വെച്ച് കോഡ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പേഴ്സ്, അതുപോലെ ഓട്ടോമേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്, അതുപോലെ ആപ്ലിക്കേഷൻസ് ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് എഞ്ചിനീയേഴ്സ്. ഇങ്ങനെ എങ്ങനെ പ്രാക്ടിക്കലി അവരുടെ ഒരു എൻവയോൺമെൻറ്റിൽ എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നറിയാവുന്ന എഞ്ചിനീയേഴ്സിനെയാണ് കൂടുതലും കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത്. ഐ.ടി ഫീൽഡിൽ മെയിനായിട്ട് 3 പില്ലേഴ്സാണുള്ളത്. ഒന്ന് ഡെവലപ്പേഴ്സ്, അതിനകത്താണ് മെയിനായിട്ട് കോഡിങ് വരുന്നത്. രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്, അതിനകത്താണ് ക്ലൗഡും ഡെവോപ്സും അതുപോലെ തന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. മൂന്നാമത്തത് ഡേറ്റ ആൻഡ് റിസർച്ച്, അതിനകത്താണ് ശരിക്കും യുടെ റിസർച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 ഭാഗത്തും എങ്ങനെ പ്രോപ്പർലി അവരുടെ എൻവയോൺമെൻറ്റിൽ, അവരുടെ വർക്കിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും, എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നറിയാവുന്ന എഞ്ചിനീയേഴ്സിനെയാണ് കമ്പനീസ് നോക്കുന്നത്. സോ ഐ.ടി ഫീൽഡിൽ ഈ 3 പില്ലേഴ്സിനകത്ത് എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കേണ്ട.